ഒന്നാം വായന അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന അധ്യായം 11, 19 മുതൽ 26 വരെയുള്ള വചനങ്ങൾ. സ്റ്റെഫാനോസിനെ സംബന്ധിച്ചുണ്ടായ പീഡന നിമിത്തം ചിതറിക്കപ്പെട്ടവർ ഫിലീഷ്യ, സൈപ്രസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങൾ വരെ സഞ്ചരിച്ചു. യഹൂദരോടല്ലാതെ മറ്റാരോടും അവർ വചനം പ്രസംഗിച്ചിരുന്നില്ല. അക്കൂട്ടത്തിൽ സൈപ്രസിൽ നിന്നും കിർനയിൽ നിന്നുമുള്ള ചിലർ ഉണ്ടായിരുന്നു. അവർ അന്ത്യോക്യയിൽ വന്നപ്പോൾ ഗ്രീക്കുകാരോടും കർത്താവായ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. കർത്താവിന്റെ കരം അവരോടുകൂടി ഉണ്ടായിരുന്നു. വിശ്വസിച്ച വളരെ പേർ കർത്താവിലേക്ക് തിരിഞ്ഞു. ഈ വാർത്ത ജെറുസലേമിലെ സഭയിലെത്തി. അവർ ബർന്നബാസിനെ അന്ത്യോക്യയിലേക്ക് അയച്ചു. അവൻ ചെന്ന് ദൈവത്തിന്റെ കൃപാവരം ദർശിച്ച് സന്തുഷ്ടനാവുകയും കർത്താവിനോട് വിശ്വസ്തയുള്ളവരായി ദൃഢനിശ്ചയത്തോടെ നിലകൊള്ളാൻ അവരെ ഉപദേശിക്കുകയും ചെയ്തു. കാരണം അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു. നിരവധി ആളുകൾ കർത്താവിന്റെ അനുയായികളായി തീർന്നു. സാവൂളിനെ അന്വേഷിച്ച് ബർന്നബാസ് താർസോസിലേക്ക് പോയി. അവനെ കണ്ടുമുട്ടിയപ്പോൾ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു. ഒരു വർഷം മുഴുവൻ അവർ അവിടുത്തെ സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും വളരെ പേരെ പഠിപ്പിക്കുകയും ചെയ്തു. അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. ദൈവവചനമാണ് നാം കേട്ടത്. കർത്താവെന്നും എന്റെ ഇടയൻ, കുറവില്ലൊന്നും എനിക്കിവിടെ. അവന്റെ ഭവനത്തിൽ ഞാനെന്നും വാഴും, അവനോടൊത്തു ഞാൻ നടന്നിടും. കർത്താവെന്നും എന്റെ ഇടയൻ, കുറവില്ലൊന്നും എനിക്കിവിടെ. അവിടുത്തെ ഭവനത്തിൽ ഞാനെന്നും വാഴും, അവനോടൊത്തു ഞാൻ നടന്നിടും. സമൃദ്ധമായ പുൽത്തകിടികളിൽ നാഥനെന്നെ മേയ്ക്കും. സമൃദ്ധമായ പുൽത്തകിടികളിൽ നാഥനെന്നെ മേയ്ക്കും. നിത്യനിർമ്മല നീരുറവയിങ്കൽ അവിടുന്നെന്നെ ആനയിക്കും. നിത്യനിർമ്മല നീരുറവയിങ്കൽ അവിടുന്നെന്നെ ആനയിക്കും. കർത്താവെന്നും എന്റെ ഇടയൻ, കുറവില്ലൊന്നും എനിക്കിവിടെ. അവിടുത്തെ ഭവനത്തിൽ ഞാനെന്നും വാഴും, അവനോടൊത്തു ഞാൻ